ഹായ് ഫ്രണ്ട്സ്, കാച്ചൂസ് വീഡിയോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു അടിപൊളി ഹോട്ട് മിൽക്ക് കേക്കാണ്. ഹോട്ട് മിൽക്ക് കേക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ് ഈ പ്രാവശ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ മുഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ റെസിപ്പി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹോട്ട് മിൽക്ക് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കും. ആ ജാറിനകത്തേക്ക് 2 കോഴിമുട്ട 2 ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാര 1/4 കപ്പ് ചേർത്തതിന് ശേഷം സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് മൈദ, അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. നേരിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ഇത് അരിച്ചെടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മിക്സ് ആവണം. ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തു. വാനില എസൻസ് ചേർത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് 1/2 കപ്പ് പശുവിൻ പാൽ എടുക്കുക. അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ബട്ടർ ഇതിനകത്തുനിന്ന് നന്നായിട്ട് ഉരുകി വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു വന്നു. ബട്ടറൊക്കെ ഇതിനകത്ത് ഉരുകി ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ബട്ടർ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ ഇത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാത്രത്തിനകത്തേക്ക് ഇത് മാറ്റുക. ഇപ്പോൾ ഞാനത് കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിനകത്തേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഓവണിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഓവണ് 180 ഡിഗ്രി സെൽഷ്യസിൽ 25-30 മിനിറ്റിനുള്ളിലായിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഹോട്ട് മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണിഞ്ഞതിന് ശേഷം, ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്കിത് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ഹോട്ട് മിൽക്ക് കേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുക. അപ്പം ഇത് വളരെ സ്പോഞ്ചിയാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം, മനസ്സിലാവും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളതും ഇതിൻ്റെ ആ സോഫ്റ്റ്നെസ് ഒക്കെ മനസ്സിലാവും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് നമ്മുടെ ഹോട്ട് മിൽക്ക് കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത ഒരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.